നമസ്കാരം. റഷ്യയുടെ വടക്ക് ഭാഗത്തായുള്ള അതിവിശാലമായ പ്രദേശമാണ് സൈബീരിയ. വടക്കൻ ഏഷ്യയുടെ ഏകദേശം മുഴുവനായും വരുമിത്. ഈ പ്രദേശം മുൻപ് സോവിയറ്റ് യൂണിയൻ്റെയും അതിനു മുൻപ് സാർ സാമ്രാജ്യത്തിൻ്റെയും കീഴിലായിരുന്നു. സൈബീരിയ എന്ന പേരിൻ്റെ ഉത്ഭവം അജ്ഞാതമാണ്. ചിലർ പറയുന്നത് സൈബീരിയ എന്നത് ഉറങ്ങുന്ന ഭൂമി എന്നർത്ഥമുള്ള സൈബീരിയൻ ഡാട്ടർ പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാകാം എന്നാണ്. വടക്ക് ഭാഗങ്ങൾ മിക്കവാറും മഞ്ഞ് മൂടിയ വളരെ തണുപ്പുള്ള കാലാവസ്ഥയായതിനാൽ സൈബീരിയയിലെ ജനവാസം തെക്കൻ പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അതിനാൽ തന്നെ വളരെ കുറഞ്ഞ ജനസാന്ദ്രതയാണ് ഇവിടെയുള്ളത്. ചതുരശ്ര കിലോമീറ്ററിൽ ഏകദേശം 3 പേർ മാത്രം. സോവിയറ്റ് യൂണിയൻ്റെ കാലത്തും അതിനു മുൻപും കുറ്റവാളികളെ നിർബന്ധമായി പണിയെടുപ്പിക്കുന്നതിനുള്ള നിരവധി ക്യാമ്പുകൾ സൈബീരിയയിൽ പ്രവർത്തിച്ചിരുന്നു. റഷ്യൻ ചരിത്രത്തിൽ തന്നെ ഇത്രത്തോളം ദുരൂഹത പേറുന്ന മേഖല സൈബീരിയയെ പോലെ മറ്റൊന്നുണ്ടാകില്ല. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ തവണ ചിഹ്നഗ്രഹങ്ങൾ പതിച്ചതും ഒരുപക്ഷെ സൈബീരിയൻ മേഖലയിലാണ്. 1908 ജൂൺ 30 രാവിലെ 7:30 കഴിഞ്ഞുള്ള സമയത്ത് സൈബീരിയയിലെ ടുംഗുസ്ക എന്ന സ്ഥലത്തെ നദീതടത്തിനപ്പുറമുള്ള കാട്ടുപ്രദേശത്ത് ഒരു വൻ വിസ്ഫോടനം നടന്നു. ശക്തമായ ഒരു ചിഹ്നഗ്രഹ വിസ്ഫോടനമാണ് ആ ദിവസം ടുംഗുസ്കയിൽ നടന്നതെന്ന് കരുതപ്പെടുന്നു. ആഘാതം 2000-ലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ പരന്നു. ഹിരോഷിമയിൽ വീണ അണുബോംബിൻ്റെ 1000 ഇരട്ടി ശേഷിയുണ്ടായിരുന്നു ഈ പൊട്ടിത്തെറിക്ക്. സ്ഫോടനം നടന്ന ദിനമായ ജൂൺ 30 രാജ്യാന്തര ചിഹ്നഗ്രഹ ദിനമായിട്ടാണ് കണക്കാക്കി പോരുന്നത്. ടുംഗുസ്ക സ്ഫോടനത്തിന് ശേഷം പൊടുന്നനെ ഉയർന്ന താപനില പ്രദേശത്തെ പരിസ്ഥിതിയെ മൊത്തത്തിൽ മാറ്റിമറിച്ചിരുന്നു. 8 കോടിയോളം മരങ്ങൾ തോലുരിഞ്ഞ് ഇലകൊഴിഞ്ഞ് ടെലിഫോൺ പോസ്റ്റുകൾ പോലെ നിന്നു. ഇത്തരം മരങ്ങളുടെ ഒരു കാട് തന്നെ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. സ്ഫോടനത്തിന് മുൻപായി നീല നിറത്തിൽ ഒരു ഗോളം പോലെ ഒരു വസ്തു ചക്രവാളത്തിൽ നീങ്ങുന്നത് നാട്ടുകാരിൽ പലരും കണ്ടിരുന്നു. സ്ഫോടനം നടന്നയിടത്ത് നിന്ന് കിലോമീറ്ററോളം അകലെയുള്ള വീടുകളിലെ ജനാലച്ചില്ലുകളും മറ്റും ആഘാതം മൂലം അടർന്നു വീണിരുന്നു. പിന്നീട് 1 മാസത്തോളം മധ്യേഷ്യയിലും വടക്കൻ യൂറോപ്പിലെയും ആകാശത്ത് വൈറ്റ് ലൈറ്റ്സ് എന്ന പ്രതിഭാസം ഉടലെടുത്തു. ആ ആകാശ വെളിച്ചത്തിൽ പുസ്തകങ്ങളും പത്രങ്ങളുമൊക്കെ വായിക്കാൻ പറ്റുമായിരുന്നത്രേ. 1927 ലിയോനിഡ് കുലിക് എന്ന സോവിയറ്റ് ശാസ്ത്രജ്ഞൻ മേഖലയിലേക്ക് ആദ്യ പര്യടനം നടത്തി. നീണ്ട യാത്രയ്ക്ക് ശേഷം കുലിക് ടുംഗുസ്കയിലെ സ്ഫോടന മേഖലയിൽ എത്തിച്ചേർന്നു. വിശ്വസിക്കുവാൻ കഴിയാത്ത കാഴ്ചകളാണ് അദ്ദേഹം അവിടെ കണ്ടത്. ഒട്ടേറെ ദൂരം മരങ്ങളുടെ സെമിത്തേരി പോലെ നശിച്ചു കിടന്നിരുന്നു. 6 ലക്ഷം ടൺ ഭാരമുള്ള ഒരു ചിഹ്നഗ്രഹമാകാം ടുംഗുസ്കയിൽ പതിച്ചതെന്ന് പല ശാസ്ത്രജ്ഞരും വിധി എഴുതിയിട്ടുണ്ട്. എന്നാൽ ചിഹ്നഗ്രഹ വിസ്ഫോടനങ്ങളിൽ സാധാരണയായി കാണുന്ന ഇമ്പാക്ട് ക്രേറ്റർ എന്ന ഗർത്തം ഇവിടെ കാണാത്തത് ഇന്നും ദുരൂഹതയായി തുടരുന്നു. 1949 വാദിം കോൽപാക്കോവ് എന്ന ജിയോളജിസ്റ്റ് സൈബീരിയയിലേക്ക് ഒരു പര്യടനം നടത്തി. യാത്രക്കിടെ അദ്ദേഹം ഇർകുട്സ്ക് എന്ന മേഖലയുടെ ഉത്തരഭാഗത്തുള്ള സ്ഥലത്തെത്തിച്ചേർന്നു. കന്നുകാലികളെയും കുതിരകളെയും റെയിൻഡിയറുകളെയും വളർത്തുന്ന യാക്കൂട്ട് എന്ന സമൂഹമാണ് അവിടെ കൂടുതലായും താമസിച്ചിരുന്നത്. യാക്കൂട്ടുകൾ കോൽപക്കോവിനോട് കാട്ടിനുള്ളിൽ ഒരു ഭീകര സ്ഥലമുണ്ടെന്ന് പറയുന്നു. അഗ്നിപ്പരുന്തിൻ്റെ കൂടെന്നായിരുന്നു ആ പ്രദേശത്തെ യാക്കൂട്ടുകൾ വിളിച്ചിരുന്നത്. ഇവിടെയുള്ള കാടിന് ജീവനുണ്ടെന്നും ഇങ്ങോട്ടേക്ക് അതിക്രമിച്ചു കടക്കുന്നവരെ കാട് കൊലപ്പെടുത്തുമെന്നും അവർ കോൽപക്കോവിനോട് പറഞ്ഞു. മാനുകളും മറ്റ് മൃഗങ്ങളും അഗ്നിപ്പരുന്തിൻ്റെ കൂടിനരികിലേക്ക് പോകുവാൻ ഭയപ്പെടുമെന്നും അവർ പറഞ്ഞു. എന്നാൽ കോൽപക്കോവ് മുന്നോട്ട് പോകുവാൻ തന്നെ തീരുമാനിച്ചു. ആ യാത്ര അഗ്നിപ്പരുന്തിൻ്റെ കൂടെന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്തെത്തി. അഗ്നിപർവ്വതത്തിനോട് രൂപത്തിൽ സാമ്യം പുലർത്തുന്ന 25 നില കെട്ടിടത്തിൻ്റെ പൊക്കമുള്ള കോണാകൃതിയിലുള്ള ഒരു ഘടന, അതിൻ്റെ നടുക്കായി ഒരു പടുകുഴി. കോൽപക്കോവ് കണ്ടെത്തിയ ഈ വിചിത്ര ഘടനയാണ് പാറ്റോമിസ്കി ക്രേറ്റർ എന്ന് പിന്നീട് അറിയപ്പെട്ടത്. ഉറങ്ങുന്ന അഗ്നിപർവ്വതമാണോ അതോ മനുഷ്യനിർമ്മിതമായ ഘടനയാണോ ഇതെന്നൊക്കെ കോൽപക്കോവ് ചിന്തിച്ചു പോയി. ഈ മേഖലയ്ക്ക് ചുറ്റും താമസിക്കുന്ന യാക്കൂട്ടുകൾക്ക് ഇത്ര വലിയ അളവിലുള്ള ഒരു നിർമ്മിതി നടത്താനുള്ള ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. 200 വർഷത്തിലധികം ഈ ഘടനയ്ക്കും പടുകുഴിക്കും പഴക്കമുണ്ടെന്ന് കോൽപക്കോവ് പരിശോധിച്ച് ഉറപ്പുവരുത്തി. ഇതിൽ മരങ്ങളോ സസ്യങ്ങളോ മൃഗങ്ങളോ ഇല്ലായിരുന്നു. എന്നാൽ ഇതിനു ചുറ്റും നിബിഡ വനങ്ങൾ വളർന്നിരുന്നു.
ഉൽക്ക വീണത് മൂലമുണ്ടായ പടുകുഴിയാണ് ഇതെന്ന് സംശയിക്കപ്പെട്ടുവെങ്കിലും അവശിഷ്ടങ്ങളൊന്നും കാണാത്തതിനാൽ ഇത് തള്ളപ്പെട്ടു. ഇന്നും ഇതൊരു പിടികിട്ട രഹസ്യമാണ്. 2005 യൂജിനി വൊറോബിയോവ് എന്ന മറ്റൊരു ജിയോളജിസ്റ്റ് ഈ പടുകുഴിയെപ്പറ്റി പഠിക്കാനെത്തി. എന്നാൽ ഹൃദയാഘാതത്താൽ അദ്ദേഹം മരിച്ചു. കൂടിന് ചുറ്റുമുള്ള വനമാണ് അദ്ദേഹത്തെ കൊന്നതെന്നാണ് നാട്ടുകാർ ഇന്നും വിശ്വസിക്കുന്നത്. സൈബീരിയയിൽ വിചിത്ര ഘടനയോടെ നിലകൊള്ളുന്ന ഈ ഗർത്തം എന്താണ് എന്നത് ഇന്നും പിടികിട്ടാത്ത ഒരു രഹസ്യമാണ്. അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇതെന്നൊക്കെ ചിലർ ദുരൂഹ സിദ്ധാന്തങ്ങൾ ഇറക്കിയിട്ടുമുണ്ട്. ഇന്നും മനുഷ്യന് പിടികൊടുക്കാത്ത ഒരിടമായി സൈബീരിയ തുടരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.